ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, എല്ലായിടത്തും മാങ്ങ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് മാങ്ങ ചമ്മന്തി കഴിക്കാനായിട്ട് ഒരു പൂതി കേട്ടോ. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മാങ്ങ നോക്കിയപ്പോൾ ഒന്നും കിട്ടാനും ഇല്ല കേട്ടോ. ഒക്കെ ചെറിയ ചെറിയ മാങ്ങകളാണ്. അപ്പോൾ മാങ്ങ ഇല്ലാതെ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് ഒരു ഉപകാരപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഇല്ലയെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ചമ്മന്തി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളകൊക്കെ ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ മുളകൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാമല്ലോ. അപ്പോൾ ജാറിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള ചീനമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് സീക്രട്ട്. മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഇഞ്ചി ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മാങ്ങ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അത് അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഞാൻ ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് മാങ്ങ ചമ്മന്തിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മിക്കല്ലൊക്കെ അരച്ചെടുക്കാമെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ നേരില്ലാത്ത കാരണമാണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് കേട്ടോ. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ചമ്മന്തിയുടെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വരിക. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങ ഇല്ലാത്ത മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ മാങ്ങാഞ്ചി ഉണ്ട്, മാങ്ങ ചമ്മന്തി കഴിക്കാൻ തോന്നുന്നുണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കറക്റ്റായിട്ട് മാങ്ങ ചമ്മന്തിയുടെ ടേസ്റ്റിൽ തന്നെ കിട്ടും. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.